കൊല്ലം കുന്നിക്കോട് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. കുന്നിക്കോട് സ്വദേശി സലാഹുദ്ദീൻ, മകൻ ദിമീജ് അഹമ്മദ് എന്നിവരെയാണ് കൊട്ടാരക്കര SC/ST കോടതി ശിക്ഷിച്ചത്. മരത്തിൻ്റെ ശിഖരം വെട്ടിയപ്പോൾ പറമ്പിൽ വീണെന്ന കാരണത്താൽ സമീപവാസിയായ അനിൽകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. 2022 സെപ്റ്റംബർ 17-നാണ് അനിൽകുമാർ കൊല്ലപ്പെടുന്നത്. അനിൽകുമാറിന്റെ വസ്തുവിലെ തേക്കുമരം വെട്ടിയപ്പോൾ ശിഖരം അയൽവാസിയായ സലാഹുദ്ദീന്റെ പറമ്പിൽ വീണു. തുടർന്ന് ഇതിനെ ചൊല്ലി ഇരുവരും തർക്കത്തിലായി. പിന്നാലെ വെളുപ്പിന് 2 മണിക്ക് സലാഹുദ്ദീനും മകൻ ദമീജ് അഹമ്മദും മാരകായുധങ്ങളുമായി അനിൽകുമാറിന്റെ വീട്ടിലേക്കെത്തി. ഉള്ളിലേക്ക് കയറിയ ഇരുവരും ചേർന്ന് അനിൽകുമാറിനെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അനിൽകുമാറിന്റെ തലയ്ക്കുൾപ്പെടെ ശരീരത്തിലാകമാനം 20-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി. കേസിലെ 2ാം പ്രതിയായ സലാഹുദ്ദീനാണ് തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്ന് ആദ്യം പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നാലെ മകൻ ദമീജ് അഹമ്മദും പിടിയിലായി. കേസിൽ ഇന്ന് കൊട്ടാരക്കര SC/ST പ്രത്യേക കോടതി ജഡ്ജി R ജയകൃഷ്ണനാണ് വിധി പ്രസ്താവിച്ചത്. 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. കോടതി വിധിയിൽ തൃപ്തരാണെന്ന് അനിൽകുമാറിന്റെ അമ്മയുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പറഞ്ഞു. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്തുവാ നമുക്ക് നീതി കിട്ടി, ഞങ്ങൾക്ക് തൃപ്തരാണ്. പിന്നെ ഇത് അപ്പീലിന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു വഴിക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇതോടെ നിർത്തുന്നില്ല. ഇവർ അപ്പീലിന് പോകുന്നത് ഞങ്ങൾ അതുപോലെ വീണ്ടും ഞങ്ങൾ പോകും. വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് വിധി വന്നത്. ഇനി അവർ അപ്പീൽ പോവുകയാണെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ പോകാനായിട്ട് തന്നെ ഇരിക്കും. അങ്ങേറ്റം വരെ പോകും. ജീവന്റെ വില ആയതുകൊണ്ട് അങ്ങേറ്റം വരെ പോകും. പിഴത്തുക അനിൽകുമാറിന്റെ അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്. കൂടാതെ അമ്മയ്ക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകണമെന്നും കോടതി പറഞ്ഞു. കേസിൽ ഇതുവരെ 24 സാക്ഷികളെ വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് GS സന്തോഷ് കുമാർ ഹാജരായി. പ്രോസിക്യൂഷന്റെ കേസാണ് ശരി എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. അതിൽ അവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. ജീവപര്യന്തം തടവും എല്ലാവരും 50,000 രൂപ വെച്ച് പിഴ കൊടുക്കണം. ആ പിഴ പിന്നെ ഈ ഇരയുടെ അമ്മ കൊടുക്കണം. അത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള തുക കൂടി നിശ്ചയിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശമുണ്ട്. കുന്നിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ DYSP ആയിരുന്ന GD വിജയകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ജനം, കൊല്ലം.